2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജീവമായ ഒരുക്കങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ നയങ്ങൾ രൂപീകരിച്ചും പ്രഖ്യാപിച്ചും സ്ഥാനാർത്ഥികൾക്കായി സർവേകൾ നടത്തിയും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി വളരെ സജീവമായ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നു. BJP അടക്കമുള്ള പാർട്ടികൾ വലിയ തരത്തിൽ പണമിറക്കി പ്രചരണങ്ങൾക്ക് ഇപ്പോഴേ നേതൃത്വം നൽകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സജീവമായ ചർച്ചകൾ നടക്കുന്നു. കോൺഗ്രസ് 3 ഘട്ട സർവേകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളിലേക്ക് അവസാനഘട്ട പട്ടികയിലേക്ക് എത്തുന്നു. എന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ ശക്തിയാകാൻ പോകുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ പെർഫോമൻസിനനുസരിച്ച്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തനത്തിന്റെ ഔട്ട്പുട്ടിനനുസരിച്ചിരിക്കും UDF അധികാരത്തിൽ തിരിച്ചു വരണമോ വേണ്ടയോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, UDFലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റുള്ള, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് പിടിക്കുന്ന സീറ്റുകളുടെ എണ്ണം UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം നിർണായകമാകുമെന്നത് ഏറ്റവും പ്രധാനമായി രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ലീഗിന്റെ ഏറ്റവും ശക്തിയുള്ള ജില്ലയായ മലപ്പുറത്തെ സീറ്റുകൾ ഏറെക്കുറെ ശക്തമായി, കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട താനൂർ സീറ്റടക്കം മുസ്ലിം ലീഗ് ശക്തമായി തിരിച്ചുപിടിക്കുമെന്ന ഉറപ്പിലേക്ക് ലീഗ് എത്തുന്നു. ബാക്കിയുള്ള സീറ്റുകൾ മലപ്പുറത്ത് മത്സരിച്ചു വരുന്ന കൊണ്ടോട്ടി അടക്കം, പെരിന്തൽമണ്ണ അടക്കമുള്ള സീറ്റുകൾ, പെരിന്തൽമണ്ണ പോലെയുള്ള സംശയത്തിന്റെ നീളിലുള്ള സീറ്റുകൾ പോലും നജീബ് കാന്തപുരത്തിനെ പോലെയുള്ള ശക്തനായ ജനകീയനായ സ്ഥാനാർത്ഥിയെ നിർത്തി ഉറപ്പിച്ചു നിർത്താൻ കഴിയുമെന്ന കോൺഫിഡൻസിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തനങ്ങളും കോഴിക്കോട് ജില്ലയിലെ സീറ്റ് നിരക്കും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും. കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗ് പിടിക്കുന്ന, മുസ്ലിം ലീഗ് നേടുന്ന സീറ്റുകൾക്കനുസരിച്ചിരിക്കും മലബാറിൽ UDFന്റെ മുന്നേറ്റമെന്ന് തന്നെ കാണാൻ കഴിയും. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് മാത്രമാണ് UDF വിജയിച്ചു കയറിയത്. അതായത് കൊടുവള്ളിയിൽ മാത്രമാണ് മുസ്ലിം ലീഗിന്റെ MLA ഡോക്ടർ MK മുനീർ വിജയിച്ചിട്ടുള്ളത്. പിന്നീട് UDF പിന്തുണച്ച വടകരയിലെ KK രമ വിജയിച്ചുവെങ്കിലും UDF കാൻഡിഡേറ്റായി MK മുനീർ മാത്രമാണ് വിജയിച്ചു വന്നിട്ടുള്ളത്. കോഴിക്കോട് കൊടുവള്ളി, തിരുവമ്പാടി, പേരാമ്പ്ര, കുറ്റ്യാടി, കുന്നമംഗലം, കോഴിക്കോട് സൗത്ത് അടക്കമുള്ള മണ്ഡലങ്ങളിലായിരുന്നു മുസ്ലിം ലീഗ് മത്സരിച്ചെങ്കിലും നേരിയ മാർജിനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടു. കുറ്റ്യാടി പരാജയപ്പെട്ടു, നേരിയ മാർജിനിൽ പരാജയപ്പെട്ടു. തിരുവമ്പാടിയിൽ നേരിയ മാർജിനിൽ പരാജയപ്പെട്ടു. സൗത്തിൽ, കോഴിക്കോട് സൗത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പാർട്ടിയിലെ തർക്കങ്ങൾ കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. പേരാമ്പ്രയിൽ പരാജയം ഉണ്ടായി. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ലീഗ് കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റിലേക്ക് ചുരുങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ കോഴിക്കോട് ജില്ലയിലെ സീറ്റുകൾ പരമാവധിയും പിടിച്ചടക്കാനുള്ള നിരന്തരമായ നീക്കങ്ങളാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കന്മാർ കോഴിക്കോട്ടെ വ്യത്യസ്തമായ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോഴേക്കാൻ എല്ലാ സംസാരങ്ങളിൽ പോലും വ്യക്തമായിരുന്നു ലീഗ് ലക്ഷ്യം വെക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട സീറ്റുകൾ തന്നെ എന്നതാണ്. അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ലീഗ് ഒരുപക്ഷെ നാദാപുരവും കൊയിലാണ്ടി അടക്കമുള്ള സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നാദാപുരത്തൊരു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വന്നാൽ അതിശക്തമായ പോരാട്ടത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന്, മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ലീഗ് ഉറച്ചു വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ കൊയിലാണ്ടിയിലും ലീഗ് മത്സരിച്ചാൽ ആ മണ്ഡലത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ലീഗ് ഉറച്ചു വിശ്വസിക്കുകയാണ്. തിരുവമ്പാടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വവുമായും സംസ്ഥാന നേതൃത്വവുമായും സജീവമായ ചർച്ചകളുണ്ടെങ്കിൽ കൂടി കോഴിക്കോട് ജില്ലയിലെ നാദാപുരവും കൊയിലാണ്ടിയും ലീഗ് ഏറ്റെടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്നിരുന്നാലും കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗ് ചുരുങ്ങിയത് 5 സീറ്റെങ്കിലും വിജയിച്ചു കയറുക എന്ന സ്വപ്നമാണ് കാണുന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. കോഴിക്കോട് സൗത്ത് തിരിച്ചുപിടിക്കൽ ഏറ്റവും നിർണായകമായ നീക്കമായി ലീഗ് കാണുന്നു. കുറ്റ്യാടി തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യം കാണുന്നു. കൊടുവള്ളിയും നാദാപുരവും അടക്കം പിടിച്ചെടുത്ത് കോഴിക്കോട് ജില്ലയിൽ
പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ലീഗിന് കഴിയുമെന്നാണ് ലീഗ് ഉറച്ചു വിശ്വസിക്കുന്നത്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്.